അല്ല, അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്തതിന് വിഷമമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്തുന്ന സിനിമ മേഖലയിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റാത്ത മേഖല ഒത്തിരി ഉണ്ടല്ലേ? സിനിമയ്ക്ക് ഒരു ഗ്യാങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളിലേക്ക് പല സിനിമയും പോകുന്നില്ലേ? അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല, അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെയല്ല, അത് പറയുമ്പോൾ പല രീതിയിലാണ് പറയാം. ഞാൻ ഇതിനെ അങ്ങനെയൊന്നും കാണുന്നില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഞാൻ നാളെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് അറിയുന്നവരും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നവരും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു കംഫർട്ടബിൾ സോൺ ചൂസ് ചെയ്യുന്നതാണ്. അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവിടേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഞാൻ ഈ സൈഡ് നോക്കുക. നമുക്ക് ആക്ച്വലി കുറ്റം പറയാനും എന്താ പറയുക, പല കാര്യങ്ങളും പല സൈഡിൽ നിന്നും പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എൻ്റെ എഫേർട്ട് തന്നെ വേണ്ടേ? എനിക്ക് ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ഞാൻ തന്നെ എഫേർട്ട് ഇടണ്ടേ? വേണം. എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എനിക്ക് പകരം വേറെ ആരെങ്കിലും ചെയ്യുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കലേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടും. അപ്പം അത് എഫേർട്ട് ഇട്ടുമ്പോൾ അത് നടന്നോളും. പിന്നെ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും, അത്രേ ഉള്ളൂ പ്രശ്നം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ട്, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജും എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. കാരണം കരിയർ വേണ്ട എന്ന് വിചാരിച്ച് ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, ഇവരൊക്കെ കൺവിൻസ് ചെയ്യണം. ഒരു അൺസർട്ടനിറ്റി ഉള്ള ഒരു ഫീൽഡിലേക്കാണ് അവർ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. സോ അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷനിൽ നിന്ന് വളരെ ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത് എനിക്ക് ആർട്ടിസ്റ്റ് ആയാൽ മതി, അത് ഇനി എങ്ങനെയാണെങ്കിലും ഇനി ചെയ്യാൻ എനിക്ക് ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് വന്നു ചെയ്ത് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നു. എനിക്ക് ടെൻഷൻസ് ഇല്ല. ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, വീട്ടിലാരും റിലേഷൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വരുന്ന ഒത്തിരി പേരുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടോ? ഒത്തിരി പേര് അങ്ങനെയെന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനുജത്തിയുണ്ട്, ചേച്ചിയുണ്ട്. ഇവരോടെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് ഇറങ്ങുന്നത് അല്ലേ? എന്നിട്ട് നമുക്ക് പല സിനിമകളിൽ അഭിനയിച്ചു, ചെറിയ ചെറിയ വേഷങ്ങളാണ് അഭിനയിച്ചു പോകുന്നുണ്ടെങ്കിലും നമ്മളെ തേടി ക്യാരക്ടർ വരുന്നുണ്ടോ? അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൊരു പടമാണ് ചതി. ശരത്ചന്ദ്രൻ വയനാടിൻ്റെ ചതി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഞാൻ വളരെ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. പിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തു. ഡിവോഴ്സിൽ ഞാനൊരു അഡ്വക്കേറ്റാണ്. അപ്പം എനിക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പഠിക്കണം ആയിരുന്നു. കാരണം എനിക്ക് 2-3 പേജ് വാദിക്കാനുണ്ട്. അപ്പം എൻ്റെ കൂടെ ഉള്ളതെല്ലാം തിയേറ്റർ ആർട്ടിസ്റ്റുകൾ. അപ്പം എനിക്ക് പേടിയാണ്. ഇവർ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാണ് വരിക. മൈന്യൂട്ട് ബ്രേക്സ് പോലും ഇവർ പ്ലാൻ ചെയ്തിട്ട് വരും. അപ്പം ഞാൻ അവിടുത്തെ സെറ്റിൽ ചെറുതാണ്. അപ്പം ഞാൻ കാരണം ഒരു റീടേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് എൻ്റെ വാശിയാണ്. അതുപോലെ അക്ഷരസ്ഫുടത, ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഈ തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ടൊരു ചെറിയ ഇടിക്കലുണ്ട് ഇടയ്ക്ക്. അപ്പം അതിനു വേണ്ടി ഇരുന്ന് വർക്ക് ചെയ്ത് ഞാൻ അത് ചെയ്തു. പിന്നെ ഞാൻ ഇരവീഴ പൂഞ്ചിറയും ചെറിയ വേഷമാണെങ്കിലും അതിൽ ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ സിനിമയില്ല. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ മാലിക്കിലും ഞാൻ ചെയ്തത് ജോജി ചേട്ടൻ്റെ വൈഫായിട്ടാണ്. ഒരു സീനേ ഉള്ളൂ. പക്ഷെ ക്ലൈമാക്സ് വരുമ്പം എൻ്റെ മോളാണ് കൊല്ലുന്നത്. അങ്ങനെ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മൾ അതിൻ്റെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ആ മൂവീന്. ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ആസ് എൻ ആർട്ടിസ്റ്റ് സംബന്ധിച്ചിടത്തോളം ചെറുതാണ്. പക്ഷെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടറുകൾ വലുതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ഹെൽപ്പ് സിനിമാ മേഖലയിൽ ആര് ചെയ്തു എന്ന് വെച്ചാൽ ആരുടെ പേര് പറയാൻ പറ്റും? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കിപ്പോഴും ഉണ്ട്. രാജേഷ് ചേട്ടൻ ഓർമ്മയുണ്ടോ? എനിക്ക് രാജേഷ് മാധവൻ. എനിക്ക് ചേട്ടന് ചിലപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ലാസ്റ്റ് വരെ എൻ്റെ പ്രൊഫൈൽ പോയതാണ്. അപ്പോൾ ചേട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വേറൊരു പടം കൂടെ വരുന്നുണ്ട്, തങ്കം. ഞാൻ ഇമെയിൽ ID തരാം, അയച്ചിട്ടോ. അതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ പടം നടന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്രാവശ്യം ഞാനൊരു ഓഡിഷൻ കൊടുത്ത സമയത്ത് അവർക്ക് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആ ക്രൂവിൽ ഒരാൾ എന്നെ നേരിട്ട് കണ്ടപ്പോൾ എന്നെ വിളിച്ചു. അപ്പം എന്നെ ഓർത്ത് വെക്കുന്നവരുണ്ട്. എന്നെ ഓർത്ത് വെച്ച് ഞാൻ നിഴലാഴം എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തു. ഒരു ഡോക്യുമെൻ്ററി ബേസ്ഡ് ആയിട്ടുള്ള, എന്താ പറയുക, പാവക്കൂത്തിനെ ബേസ് ചെയ്തു, ഒറ്റപ്പാലത്ത് തന്നെ. അപ്പം അങ്ങനെ അതിൽ ഞാൻ 3 ഗെറ്റപ്പാണ് ചെയ്യുന്നത്. ഞാനൊരു 18 ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനൊരു 20-30 ആ ഏജ് ചെയ്യുന്നുണ്ട്, 60s ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. അത് തെരഞ്ഞെടുത്തത് അങ്ങനെയൊന്നുമല്ല, എനിക്ക് വന്നിട്ടുള്ളത് ഇതുവരെ. ഒരു പേര് പറയാൻ തുടങ്ങിയാൽ ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേരുണ്ട്. ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. നമ്മളെ കണ്ടിട്ട് എന്താ പറയുക,
നമ്മൾ ചില സെറ്റിൽ നമ്മളുടെ പെർഫോമൻസസ് കണ്ടിട്ട് ഈ കുട്ടീനെ വിളിക്കണമെന്ന് ഓർത്ത് വെച്ച് വിളിച്ചവരും ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫോട്ടോ കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരുന്നു, നേരിട്ട് കാണുമ്പോൾ ഈ ക്യാരക്ടർ പറ്റിയതാണെങ്കിൽ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഫോട്ടോ കാണുമ്പോൾ ഇഷ്ടപ്പെടാതെ പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെന്താ, എൻ്റെ ഫോട്ടോ ഫേസ് വേറെ ആയിരിക്കും, എന്നെ നേരിട്ട് കാണുമ്പോൾ വേറെ ആയിരിക്കും. അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അങ്ങനെ പോകുന്ന ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. എന്നെ അതിന് ശേഷം പ്രൊജക്റ്റിൻ്റെ കഴിഞ്ഞിട്ട് വന്നിട്ട് അയ്യോ കുട്ടീനെ അന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ കാസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ, അപ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അത് ഇപ്പൊ പറഞ്ഞല്ലോ വിഷമം തോന്നി, എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ പറയുന്നത് എനിക്ക് ഫോട്ടോ ഫേസ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്യാമറ ഫേസ് ഇല്ല എന്ന് പറയുന്നു. പക്ഷെ അവർ കാണുമ്പോൾ ഫോട്ടോ ഫേസും ക്യാമറ ഫേസും ഉണ്ട് പറഞ്ഞത്. അല്ല, നേരിട്ട് കാണുമ്പോൾ കൂടുതലാണ് എന്ന് പറയുന്നു. അല്ലാതെ പറയുന്നത് രണ്ട് രീതിയിലും ഭംഗിയല്ല പറയുന്നത്, അവർ ക്യാരക്ടറാ പറയുന്നത്. ഈ ക്യാരക്ടറിന് ആപ്റ്റ് ആയിരുന്നു, അല്ലാതെ എൻ്റെ ഭംഗി കണ്ടിട്ടല്ല. ഞാൻ അത്ര ഭംഗിയുള്ള ആളൊന്നും അല്ല, ഞാൻ വളരെ ആവറേജ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം എന്നെ ചില ക്യാരക്ടേഴ്സിന് ചിലപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ഫോട്ടോയിൽ ചിലപ്പോൾ ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോ ചിലപ്പോൾ നന്നാവണമെന്നില്ല, അതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷനിലുള്ളത് ആയിരിക്കില്ല. ഇപ്പം വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ്റെ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ അല്ലെങ്കിൽ പ്രണവ് മോഹൻലാൽ നായകനാകുന്നു എന്ന് പറഞ്ഞൊരു ഓഡിഷൻ കോൾ വരുന്ന സമയത്ത് ഇവരുടെ ഇൻബോക്സ് ഫില്ലാണ്. എത്ര പേരെ ഇവർ നോക്കും? ഇവരിരുന്ന് നോക്കണം എന്ന് നമുക്ക് പറയാം, പക്ഷെ പ്രാക്ടിക്കലി എത്ര എണ്ണം അവർക്ക് പലപ്പോഴും ഇൻബോക്സ് ഒക്കെ ഹാങ് ആയി പോയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ എത്തിക്കാൻ പറ്റില്ല, അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അവരുടെ സൈഡിലും ഉണ്ട്. ഞാനിതിനെയൊക്കെ ഒരു തരത്തിൽ അനലൈസ് ചെയ്ത് വിഷമം തോന്നാറുണ്ട്, വിഷമിക്കാറുണ്ട്. അതൊരു ഇൻസ്റ്റന്റേ ഉള്ളൂ, അതിൽ അപ്പുറത്തേക്ക് അതിനെ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. ഇൻഡസ്ട്രി ഇങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി വളരെ കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. ഒരു റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ട്? ഒരു പക്ഷേ ഈസി ആയിട്ട് നമുക്ക് പ്രൊഫൈൽ എത്തിക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ ആൾക്കാരെ അറിയും, നമ്മൾ ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പം ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈൽ അവിടെ എത്തുമല്ലോ. പിന്നെ ബാക്കി ഡയറക്ടറും ഇവരൊക്കെ തീരുമാനിക്കുന്നതല്ലേ, പറ്റുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എളുപ്പമാണെന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. അങ്ങനെ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതല്ല. ഞാൻ അതിനു വേണ്ടി അങ്ങനെ ഒരാളെ പോയി എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കാറില്ല. ചെയ്യേണ്ടവർ ചെയ്യും, ചെയ്യേണ്ടവർ ചെയ്യില്ല. അത് പിന്നെന്താ, അത്രേ ഉള്ളൂ. അല്ല, ഇതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അല്ല, തുടക്കത്തിൽ എനിക്കൊരു ആർട്ടിസ്റ്റ് ആകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ആർട്ടിസ്റ്റിന്റെ വഴികളാണ് ഈ പറയുന്നതൊക്കെ. ഇതിന് പലരും എറിയും, താഴും, പൊങ്ങും, ഫ്രസ്ട്രേഷൻ വരെ ഇരിട്ട്, ഇതൊക്കെ നമ്മുടെ ഒരു സ്റ്റേജാണ്. പക്ഷെ നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് എന്താവണം എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ സംഭവം ഏതായിരിക്കും ഓർത്തെടുക്കുകയാണെങ്കിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ സിനിമ എത്തിപ്പെടാൻ പറ്റുമെന്നും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമെങ്കിലും ഞാൻ മോഹിച്ചിട്ട് വന്നതാ. ഞാൻ ഒരിക്കലും സിനിമയിൽ എത്താൻ പറ്റുമെന്ന് ടി വിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അതൊന്നും എനിക്ക് പോസിബിലിറ്റീസ് കിട്ടി. 2 എണ്ണം കഴിഞ്ഞു. നിത്യഹരിത നായകൻ കിട്ടുന്നതിന് തൊട്ട് മുന്നേ ഇര എന്ന് പറഞ്ഞൊരു സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്തു. അതന്ന് എന്നെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ എന്നെ ഒരുപാട് സഹായിക്കുന്ന ആൾക്കാരാണ്. അവരെൻ്റെ പ്രൊഫൈൽ കൊടുത്ത്, അലക്സാണ്ടർ ചേട്ടനൊക്കെ കൊടുത്ത് അവരെന്നെ കാസ്റ്റ് ചെയ്തു. പക്ഷെ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ കാരണം എനിക്ക് അവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല, എന്ത് ചെയ്താൽ മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ വീട്ടിലും ഞാൻ ഭയങ്കര റിബലായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അന്ന് ദിവസം ഞാൻ അച്ഛൻ്റെ 11th ഒരു ഡേറ്റ് മാത്രമേ എനിക്ക് പോകാനേ പറ്റില്ല. അപ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സീനാണ് സീക്വൻസ് എടുക്കുന്നത്. അവരും ഇത്രയും പെർമിഷൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുക, അവർക്ക് മാറ്റാൻ പറ്റില്ല. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ ഫാമിലി പോലും എൻ്റെ ആഗ്രഹം കണ്ട് മുന്നിലേക്ക് അവർ വേണ്ടാന്നിങ്ങനെ പറയുമ്പോഴും ഞാൻ കരഞ്ഞു. ഞാൻ ഇത്രയും വർക്ക് ചെയ്ത് ഇത്രയും ഓഡീഷൻസ് കൊടുത്തിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അന്നായിരിക്കും ഒരുപക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ മനസ്സിലായത്. അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് അനു ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് അവർ പറയുന്നത് അന്നാണ്. അപ്പം അന്ന് എനിക്ക് ഇര ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിലും വലിയൊരു ക്യാരക്ടറാണ് ഞാൻ നിത്യഹരിത നായകനിൽ ചെയ്തത്. അപ്പം ഞാൻ വിചാരിക്കും അത് പോയത് ഇത് വരാനാണെന്ന് വിചാരിക്കും. അതാണ് എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്.